ഇതാണ് സ്വത്തപ്പൻ. ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചു എന്നൊരൊറ്റ കാര്യം മാത്രമേ ഇവള് ചെയ്തുള്ളൂ. പക്ഷേ സ്വഭാവവും കയ്യിലിരിപ്പും മൊത്തം ആൺകുട്ടികളുടേതാണ്. ഇപ്പോഴൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ വല്ല വലിച്ചൊട്ടിച്ച് വല്ല ചുമരുമേൽ തേക്കാൻ തോന്നും. അമ്മാതിരി കയ്യിലിരിപ്പാണ്. ആൺപിള്ളേരുടെ കൂടെ കളിക്കത്തുള്ളൂ. അവരെ തള്ളും ഓടും. അവളവിടെ നിന്ന് കൈ കൊട്ടുന്നിട്ട് കളിക്കാൻ വരാൻ പറയും. എന്നിട്ട് അവരാരെങ്കിലും കളിക്കാൻ വന്നില്ലേ മമ്മി എന്നെ കാട്ടീന്ന് പറയും. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും ഞാൻ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ അവിടെ പതിഞ്ഞിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇത് ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങേരുടെ കാൽപ്പാദമൊന്നും കാണാൻ പോകാനുള്ള ത്രാണി ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പകുതിക്കുന്ന് താഴെ ഇരുന്നു. നിങ്ങൾ പോയിട്ട് വാ എന്ന് ഞാൻ പറഞ്ഞു. അനിയത്തിയും അനിയത്തിയുടെ അമ്മയും അച്ഛനും പിന്നെ ഇവരൊക്കെ പോയിട്ട് അനിയത്തിയുടെ അമ്മയും അച്ഛനും പറഞ്ഞത് മനുവേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം ഇതിനെ ഞാനാണ് മെരുക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വാ നമുക്ക് ഇച്ചിരി നേരം നടക്കാം. ഒരു സെക്കൻഡ് പോലും ഇരിക്കാതുള്ള ഭയങ്കരമായിട്ടുള്ള പ്രയത്നമായിരുന്നു അവളുടെ വക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എൻ്റെ ഒക്കത്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയതാണ്. പക്ഷെ ഒരു വകയ്ക്ക് സമ്മതിക്കില്ല. അവസാനം ഞാൻ അവിടെ നിലം പതിഞ്ഞിരുന്നു. നീ